നമ്മൾ പബ്ലിക് എക്സാമിന് നമുക്ക് പൊടി പാറിക്കണം, ഇത്തവണ നമുക്ക് അടിച്ച് പൊളിക്കണം. അപ്പം നമ്മുടെ കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്കുള്ള ടിപ്സ് ട്രിക്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ലിങ്ക് കമന്റ് ബോക്സിലുണ്ട്, പോയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ ഒന്ന് ജോയിൻ ചെയ്യുക. മോട്ടിവേഷനൊക്കെ എന്ന് പറഞ്ഞാൽ കിടിലം മോട്ടിവേഷനൊക്കെ ആയിരിക്കും. അപ്പം ചങ്കുകളെ, നമ്മൾ പോകുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷനിലോട്ടാണ്. അപ്പോൾ ഇന്ന് ഫുൾ എനർജിയുമായിട്ടാണ് നമ്മൾ. നാളെ മാത്സ് എക്സാം ആണ്. അടിപൊളിയായിട്ട് നമ്മൾ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യണം. പലർക്കും ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അങ്ങോട്ട് കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്, അടിപൊളി ചാപ്റ്റർ ആണ്, സംഭവം സിമ്പിൾ ആണ്, കാരണം ട്രിക്കൊക്കെ വെച്ചിട്ട് നമ്മൾ പഠിപ്പിക്കാം. അപ്പം നമ്മളിപ്പോൾ അത് സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഒരിക്കലും വിടാൻ പാടില്ലാത്ത ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൊല്യൂഷൻ ആയിട്ടാണ്. അപ്പം നിങ്ങൾ സൊല്യൂഷൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഇടാതിരിക്കാൻ പറ്റൂല. അപ്പം നിങ്ങളുടെ ആ ഒരു കമന്റ് ബോക്സിൽ നിങ്ങളുടെ സൊല്യൂഷൻ വേണം സാറേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് സൊല്യൂഷനായിട്ട് ഇറങ്ങിയിട്ടുണ്ടാണ്. രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പം നാളെ എക്സാം ആണ്. അധികം പറഞ്ഞ് ഞാൻ സമയം വൈകിക്കുന്നില്ല. ഓരോ സെക്കൻഡും നമുക്ക് വിലപ്പെട്ടതാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്തൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യല്ലേ. ഒരു ലൈക്ക്, കമന്റ്, സബ്സ്ക്രിപ്ഷൻ ഒക്കെ നമുക്ക് വലിയൊരു സപ്പോർട്ടാണ്. അപ്പൊ ഇതൊന്നുമില്ല, ഫൈൻഡ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നും ക്വസ്റ്റ്യൻ ഉണ്ടാവും. പിന്നെ ചിലപ്പം സോൾവ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ജനറൽ സൊല്യൂഷൻ കാണാന്നൊക്കെ പറഞ്ഞാൽ മെത്തേഡ്സ് ഒക്കെ എന്താണ്, ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ആദ്യം കാണണം, ബാക്കി പിന്നെ മെത്തേഡ്സ് ഒക്കെ സെയിം ആണ്. അപ്പം ഇതിൽ നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ടേം ഉണ്ട്. അത് ഈ 3 ടേം ഉണ്ടോന്ന്, ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന്റെ എല്ലാം ചെയ്യുന്നത് ഈ മെത്തേഡിലല്ല, പക്ഷെ ഇത് 3 ടേം ഉണ്ട്. ഇവിടെ എക്സ് ഡി വൈ ബൈ ഡി എക്സ് ഒരു ടേം, 2y ഒരു ടേം, എക്സ് സ്ക്വയർ ഒരു ടേം, 3 ടേം ഉണ്ട്, 3 സാധനങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏകദേശം ഇതിനൊക്കെ എന്താണ്, ഒരേ മെത്തേഡാണ്. അപ്പൊ നമുക്ക് ആ ഒരു മെത്തേഡ് കാണാം. നമ്മൾ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, ഏത് ക്വസ്റ്റ്യൻ അതേപടി അങ്ങോട്ട് എന്ത് ചെയ്യുക, ഇറക്കി എഴുതി വെക്കുക. പണ്ടൊക്കെ സ്കൂളിൽ നമ്മളെ ഒന്നും അറിയില്ലെങ്കിൽ ക്വസ്റ്റ്യൻ അതേപടി എഴുതി വെക്കാന്നൊക്കെ ഫ്രണ്ട്സ് പറഞ്ഞു തരുമായിരുന്നു. അപ്പം അങ്ങനെ എഴുതിയ മാർക്കൊന്നും കിട്ടൂല കേട്ടോ. ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ആൻസർ അറിയണ്ടേ. അപ്പം എന്നാലും ക്വസ്റ്റ്യൻ എഴുതി വെക്കുക. ക്വസ്റ്റ്യൻ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇത് 3 ടേം ആണല്ലോ, ഓക്കെ, 3 ടേമിലെ ഡി വൈ ബൈ ഡി എക്സിനെ ഒറ്റക്കാക്കണം. ഡി വൈ ബൈ ഡി എക്സിന്റെ കൂടെ ആരും പാടില്ല. അപ്പൊ ഇവിടെ ഒരു എക്സ് ഉണ്ട്, എക്സിനെ മാറ്റണം. എക്സിനെ മാറ്റാൻ എല്ലാവരും എക്സായിട്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്താൽ ഡിവൈഡ് ബൈ എക്സ്. അപ്പൊ എക്സിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡി ബൈ ഡി എക്സിന്റെ എക്സ് അങ്ങ് പോയി കിട്ടും. എന്നിട്ട് ആ എക്സ് എങ്ങോട്ട് വരുന്നറിയോ, വൈ ബൈ എക്സ്, ഈ വൈന്റെ താഴേക്ക് വന്നു. ഇനി ഈക്വൽ ടു ഒരു എക്സ് സ്ക്വയർ അല്ലേ, അപ്പൊ അതിനെ എക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു പവർ, അവിടുത്തെ എക്സ് ഒന്ന് പവർ കുറയും. അപ്പൊ എക്സ് 1 ആവും, എക്സ് എന്നാവും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇനിയിപ്പോ അതൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഡി ബൈ ഡി എക്സിനെ ഒറ്റക്കാക്കണം. എന്നിട്ട് എക്സ് ഇല്ലാത്ത നമ്മുടെ ആ വൈ ഉണ്ടല്ലോ, വൈ എന്നുള്ളത് അതിന്റെ താഴെ എക്സിനെ കൊണ്ട് എഴുതുക. എന്നിട്ട് ഇവിടെയും അതിനപ്പുറത്തും ഒരു എക്സ് എന്ത് ചെയ്യുക, അതിന് അതിന്റെ പവർ റെഡ്യൂസ് ചെയ്യുക, പവർ കുറയ്ക്കുക. എക്സ് സ്ക്വയർ ആണ് എന്താക്കുക, എക്സ് ആക്കുക. അപ്പൊ എക്സ് ക്യൂബ് ആണെങ്കിൽ എന്താക്കുക, എക്സ് സ്ക്വയർ, അങ്ങനെ ഒരു പവർ കുറയ്ക്കുക. അപ്പൊ ഇങ്ങനെയായി, ഒറ്റക്കായി കഴിഞ്ഞാൽ നമ്മൾ മനസ്സിൽ വട്ടിടുക, വൈയിനെ ഒരു വട്ടം പുറത്ത്, ഇതിനെ ഒരു വട്ടിടുക. അപ്പൊ എന്തായി, വൈയിനെ വട്ടിട്ട് കഴിഞ്ഞാൽ വൈയിന്റെ ബാക്കിയുള്ളത് നോക്കുക, ബാക്കിയുള്ള പുറത്തുള്ളത് 2/x അല്ലേ. എടാ വൈയിന്റെ വട്ടത്തിലെ വട്ടത്തിന്റെ പുറത്ത് എന്താ, വൈയിന്റെ കൂടെ 2/x. 2/xനെ പി എന്ന് കൊടുക്കുക. പി കൊടുത്ത ആര് വേണം, ക്യൂ വേണം. പി ക്യൂ ബ്രദേഴ്സ്. അപ്പൊ ക്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെ കൊടുക്കുക, വട്ടത്തെ രണ്ടാമത്തെ ആള്, വട്ടത്തിലുള്ളതിനെ കൊടുക്കണ്ട കേട്ടോ. ക്യൂ ഇവിടെ കൊടുക്കേണ്ട വൈയിന്റെ പുറത്തുള്ള ആളാണ് ഈ വട്ടത്തിൽ. പി എന്ന് പറഞ്ഞാൽ വൈയിന്റെ പുറത്തുള്ള ആള്, ക്യൂ എന്ന് പറഞ്ഞാൽ ആ എക്സ്, ക്യൂ എന്ന് പറഞ്ഞാൽ ആ സമത്തിന്റെ അപ്പുറത്തുള്ള സാധനം, അതായത് എക്സ്. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയോ, ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിക്കണം. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ് ആണ്. അത് നിങ്ങൾ അങ്ങ് പഠിച്ചു വെക്കണം. ഇത് എഴുതിയാൽ പോലും മാർക്കാണ്. അപ്പം മാത്സ് അങ്ങനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യണം, ഓരോ സ്റ്റെപ്പിന് പോലും മാർക്കാ. അപ്പൊ ഈ ഒരു ഇക്വേഷൻ എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അപ്പം ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇ റേസ് ടു പി ഡി എക്സ് ആണ്. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ഇന്റഗ്രൽ പി. ഇവിടെ എന്താ, പി നമ്മൾ കണ്ടുപിടിച്ചു, 2/x. 2/x dx. ഇനി ഈന്റെ മണ്ടയിൽ ഒരു പി ഡി എക്സ് എന്ന് പറഞ്ഞ പോലെ ഈന്റെ മണ്ടയിൽ 2 ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2നൊക്കെ പുറത്ത് കാക്കാം. നമുക്ക് എക്സിനെ മാത്രം ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി, 2 ഒന്നും അങ്ങോട്ട് വലിഞ്ഞു കയറി വരണ്ട. അപ്പൊ ആദ്യം തന്നെ 2നൊക്കെ പുറത്താക്കി. അപ്പം ഇന്റഗ്രൽ 2 ഇൻറ്റു, ഇനി ഉറക്കത്ത് എണീച്ച് ചോദിച്ചാലും കിട്ടണം, 1/xന്റെ ഇന്റഗ്രേഷൻ എന്താ, log x ആണ്. അപ്പം നട്ടപ്പാതിരാക്ക് ഉറക്കത്ത് എണീപ്പിച്ചിട്ട് ചോദിച്ചാൽ ഇന്റഗ്രൽ 1/x എന്ന് കേട്ടാൽ ഉടനെ log x എന്ന് ഞെട്ടി എണീറ്റ് പറയണം, log x. അപ്പൊ നമുക്ക് എന്താണ്, ഇ റേസ് ടു 1/xന്റെ ഇന്റഗ്രേഷൻ എന്ത് കിട്ടി, ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ഈ 1/x ഇന്റഗ്രേഷൻ ആണ്. അപ്പൊ അതിന് പകരം എന്ത് ചെയ്തും, log x എന്ന്.
അപ്പം ഇൻ്റഗ്രേഷൻ കഴിഞ്ഞു 2 log x കിട്ടി. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 log x എന്നൊക്കെ പറഞ്ഞാൽ ആ 2നെ നമ്മൾ എക്സിൻ്റെ മണ്ടേ കൊണ്ട് ഇടാൻ പറ്റും. അപ്പം 3 log x എങ്ങനെ എഴുതാൻ പറ്റും? log x ക്യൂബ് എന്ന് എഴുതാൻ പറ്റും. ഇങ്ങനെ എഴുതാൻ പറ്റൂലേ? എഴുതാൻ പറ്റും. അപ്പം അതുപോലെ ഈ 2 log e⁻2 log x-നെ നമുക്ക് e × log x സ്ക്വയർ എന്ന് പറയാം. ഇപ്പം ഈയും ലോഗും അടുത്ത് വന്ന് ഈ ലോഗും അടുത്ത് വന്ന പൊരിഞ്ഞടിയ അവരടിച്ച് പിരിഞ്ഞു ഇല്ലാതായി. ബാക്കി എക്സ് സ്ക്വയർ. അപ്പം ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ത് കിട്ടി? എക്സ് സ്ക്വയർ എന്ന് കിട്ടി. ഇത്രേ നമുക്ക് വേണ്ടിയിരുന്നുള്ളൂ. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കുക. അപ്പം അത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കി സോൾവ് ചെയ്യാനുള്ളത് നമ്മൾ അടുത്ത സ്ലൈഡിൽ ചെയ്യും. അപ്പം നമുക്ക് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇത് വേറെ ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താണ്? ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ നമുക്ക് അവിടെ കിട്ടിയിരുന്നു എക്സ് സ്ക്വയർ എന്ന്. പിന്നെ പി നമുക്ക് ആ സ്ലൈഡിൽ പോയി നോക്കുക. പി നമുക്ക് കിട്ടിയിരുന്നത് 2/x ആണ്. പിന്നെ ക്യൂ കിട്ടിയിരുന്നത് എക്സ് ആണ്. ഓക്കെ, ഇനി നമ്മളെ ഇക്വേഷനിൽ സോൾവ് ചെയ്യാനാണെങ്കിൽ നമ്മൾ അടുത്തൊരു സ്റ്റെപ്പിലോട്ട് കിടക്കണം. y × ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ക്യൂ × ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ dx. അപ്പം നിങ്ങളെ ഇത് കാണുന്നില്ലെങ്കിലേ നിങ്ങളൊന്ന് വലുതാക്കിയിട്ട് കാണാം. മൊബൈലിലൊക്കെ അന്ന് വൈഡ് സ്ക്രീനിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എഴുത്തൊക്കെ ഒന്ന് വലുതായി കിട്ടും. അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇനി കൂടുതൽ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് സപ്പോർട്ട് കൂട്ടുക. സ്മാർട്ട് ബോർഡ് ഇറക്കും നമ്മൾ. പബ്ലിക് എക്സാം ഒക്കെ ആകുമ്പോഴേക്ക് സ്റ്റുഡിയോ ഒക്കെ ഇറക്കണം നമുക്ക്. അപ്പം y × ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ക്യൂ × ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ dx എന്ന് വരും. അപ്പോൾ y × ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ നമുക്കറിയാം എക്സ് സ്ക്വയർ ആണ്. ഇനി ഇൻ്റഗ്രൽ ക്യൂ എന്താണ്? എക്സ് ആണ്. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ dx ആണ്. ഇനി ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ എക്സ് ക്യൂബ് dx ആണ് വരിക. അപ്പോൾ yx സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് dx എന്ന് വരും. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? y × എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബിൻ്റെ ഇൻ്റഗ്രേഷൻ എന്താ? ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്ത് എക്സ് ക്യൂബ് ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയോ? അതിനെ ഒരു പവർ കൂട്ടുക, x4 ആക്കുക. എന്നിട്ട് ആ 4 ആയിട്ട് അങ്ങ് താഴെ ആയിരിക്കും ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. അപ്പം ഇതാണ് സംഭവം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? വൈന് മതി, നമുക്ക് എക്സ് സ്ക്വയറിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ എന്ത് വരും? x⁴ ഓൾറെഡി അവിടെ ഉണ്ട്. പിന്നെ 4 ഉണ്ട്, അതിൻ്റെ താഴെ എക്സ് സ്ക്വയർ അടിയിക്ക് വരും. അപ്പം മേലെ ഗുണിക്കണം. ഇവിടെ y × എക്സ് സ്ക്വയർ അല്ലേ? അത് അടിയിക്ക് വരുമ്പോൾ അങ്ങോട്ട് വരുമ്പോൾ എക്സ് സ്ക്വയർ ആവും. സമത്തിൻ്റെ അപ്പുറത്ത് വരുമ്പോൾ പ്ലസ് c/x സ്ക്വയർ എന്നാവും. ഇനി നമുക്ക് എന്ത് വരും? ഇവിടെ ഒരു x4 ഉണ്ട്, മേലെ അടിയിൽ ഒരു എക്സ് സ്ക്വയർ ഉണ്ട്. അപ്പം എന്ത് വരും? മുകളിൽ ഒരു x²/4 എന്ന് വരും, പ്ലസ് c/x സ്ക്വയർ എന്ന് വരും. ഇവിടെ നമുക്ക് y ഉണ്ട്. അപ്പം നമുക്ക് സൊല്യൂഷൻ കിട്ടി. അപ്പം ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾ അവസാനം സൊല്യൂഷനിലോട്ട് എത്തിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്പിന് പോലും എന്ത് കിട്ടും? സ്റ്റെപ്പൊക്കെ ചെയ്ത് അവിടെ എത്താനുള്ള മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പം ഒന്നും നിങ്ങൾ മാത്സ് എന്ത് ചെയ്യരുത്, ഒഴിവാക്കരുത് എന്നുള്ളതാണ്. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാൻ. കുറച്ച് ടഫ്. 2024 വന്നാണ്. അപ്പം റീസെൻറ്റ് ക്വസ്റ്റ്യൻ ആട്ടോ. ഏറ്റവും റീസെൻറ്റ് വന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് നിങ്ങൾ വിട്ടൊരു കളിയുമില്ല. അപ്പോൾ ഇത് നോക്കുക. y × x e⁻x ആണ്. അപ്പോൾ ഇതിൽ വരുമ്പോൾ നമ്മൾ പറഞ്ഞു dy/dx-നെ എന്ത് ചെയ്യണം? ഒറ്റക്കാക്കണം. dy/dx-നെ ഒറ്റക്കാക്കാൻ അതിൻ്റെ കൂടെ എന്തുണ്ട്? എക്സ് ഉണ്ട്. ആ എക്സിനെ y-ൻ്റെ അടി കൊണ്ട് എഴുതുക. എന്നിട്ട് ഇവിടെയും എന്ത് ചെയ്യണം? ഒരു എക്സിനെ കുറക്കണം. അപ്പോൾ എക്സിനെ നമ്മൾ ഒഴിവാക്കി. അപ്പോൾ ഇങ്ങനെ ആയല്ലോ. ഇനി നമ്മൾ പറഞ്ഞിരുന്നു y-നെ വട്ടിടണം, എന്നിട്ട് അപ്പുറത്തുള്ളതിനെയും വട്ടിടണം. y-ൻ്റെ പുറത്താരാ? അയാളെ p ആക്കുക. y-ൻ്റെ പുറത്താരാ? y-ൻ്റെ പുറത്ത് നമുക്ക് 1/x അല്ലേ? x എന്ന് മാത്സിൽ എഴുതില്ല. 1/x എന്ന് എഴുതാം. അപ്പോൾ y-ൻ്റെ പുറത്തുള്ളത് നിങ്ങൾ x എന്ന് എഴുതരുത്. അപ്പോൾ q എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ബാക്കി? e⁻x. q എന്ന് പറഞ്ഞാൽ ഇതല്ലേ? e⁻x. ഇനി നമുക്ക് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കണം, സോൾവ് ചെയ്യാനാണ്. അപ്പോൾ ആദ്യം ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻ്റഗ്രൽ pdx ആണ്. ൻ്റെ മണ്ടയിൽ ഒരു pdx. അപ്പോൾ ഇൻ്റഗ്രൽ p എന്ന് പറഞ്ഞാൽ എന്താ? 1/x dx ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ 1/dx ഉറക്കത്ത് നിന്ന് എണീറ്റാലും പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ log x ആണെന്ന്. അപ്പോൾ ഈയും ലോഗും പൊരിഞ്ഞടിയാൻ നമ്മൾ പറഞ്ഞിരുന്നോ? ഈയും ലോഗും പൊരിഞ്ഞടിയാണ്. അപ്പോൾ ഉത്തരം എക്സ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എക്സ് എന്ന് കിട്ടി. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എക്സ് എന്ന് കിട്ടിയാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എക്സ് എന്ന് നിങ്ങൾ വലിയൊരു കള്ളിയിലാക്കില്ല. അപ്പം ഇനി അടുത്തത് y × ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. നമ്മളെ ഇക്വേഷൻ എഴുതണം. y × ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ. അപ്പോൾ ആരെങ്കിലും ലൈക്ക് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ടേക്കുക. q × ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ dx എന്ന് പറയുക. എന്നിട്ട് y ൻ്റെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ കേട്ടോ. സോൾവ് ചെയ്യാനുള്ള ഇക്വേഷൻ ഇതങ്ങ് കാണാതെ പഠിച്ച് എഴുതി വെക്കണം. y × ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ q × ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ dx. അപ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ y × ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താ കിട്ടിയത്? x ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ q എന്താ കിട്ടിയത്? e⁻x ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താ? x അല്ലേ? x dx.
ഇതിപ്പം രണ്ട് സാധനങ്ങളുടെ ഇൻ്റഗ്രേഷനാണ്. ഇനി നമ്മൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇത് e⁻x ഉണ്ട് എക്സും ഉണ്ട്. അപ്പോൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യേണ്ടി വരും. രണ്ട് ഫംഗ്ഷനുകളെ ഇവിടെ പ്രൊഡക്റ്റ് ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. അപ്പോൾ എന്ത് ചെയ്യണം? അതിൽ ഹൈലൈറ്റ് റൂൾ നോക്കണം. ഹൈലൈറ്റ് റൂൾ നോക്കുമ്പോൾ ഇവിടെ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി സൈൻ ഇൻവേഴ്സ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ലോഗരിതം എന്നുള്ള ടേം ഉണ്ടോ? അതിൽ ഇല്ല. ആൾജിബ്ര ഉണ്ടോ? ഉണ്ട്. എക്സ് ഉണ്ട്. ഓക്കെ. ദെൻ ട്രിഗ്നോമെട്രി ഉണ്ടോ? ഇല്ല. എക്സ്പോണൻഷ്യൽ ഉണ്ട്. e⁻x പവർ ആയിട്ടൊക്കെ വരുന്ന e⁻x ഉണ്ട്. അപ്പോൾ എക്സ്പോണൻഷ്യലിൽ ഏറ്റവും അവസാനം പറയാം ആൾജിബ്രേൻ്റെ ഫ്രണ്ട്. അപ്പോൾ നമുക്ക് അതിനെ ഇങ്ങനെ എഴുതാൻ പറ്റും. എക്സിനെ ഫ്രണ്ട് കിടുക. അപ്പോൾ എക്സ് ഒക്കെ ഉണ്ടെങ്കിൽ എക്സിനെ ഫ്രണ്ട് കിടുക. എന്നിട്ട് e⁻x ഇങ്ങനെയായി അതിനെ ഇൻ്റഗ്രേഷനിൽ നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ e⁻x എന്ന് കണ്ടു കഴിഞ്ഞാൽ അറേഞ്ച് ചെയ്യേണ്ടത് x e⁻x എന്നാണ്. മനസ്സിലായല്ലോ? എന്നിട്ട് എന്ത് ചെയ്യുക? ഇൻ്റഗ്രേഷനെ ചെയ്യാം. അപ്പോൾ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എക്സിനെ ഫസ്റ്റത്തെ ആളെ പുറത്തേക്ക് ഇടുക. ഇൻ്റഗ്രേഷൻ രണ്ടാമത്തെ ആളെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. മൈനസ് ഇൻ്റഗ്രേഷൻ ഫസ്റ്റത്തെ ആളെ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ ഡെറിവേഷൻ എന്നുള്ള ചാപ്റ്ററിൽ അവിടെ അത് അറിയണം. എക്സിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം 1 ഇൻറ്റു രണ്ടാമത്തെ ആളെ ഒരു വട്ടം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ പ്രൊഡക്റ്റ് കിട്ടുന്നതിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. അപ്പോൾ ഇതൊക്കെ അറിയണം. അപ്പോൾ എക്സ് ഇൻറ്റു e⁻x എന്ന് വരും. e⁻x ഇൻ്റഗ്രേഷൻ എന്താണ്? e⁻x ആണ്. മൈനസ് d/dx ഡെറിവേറ്റീവ് എന്താ? 1. അപ്പോൾ ഇൻ്റഗ്രൽ അവിടെ ഉണ്ട്. ഇത് കോമൺ നമ്മൾ വലിയൊരു ബ്രാക്കറ്റ് ഇടണം കേട്ടോ. ഇനി ഇൻ്റഗ്രൽ d/dx നമുക്ക് ഡെറിവേറ്റീവ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 കിട്ടി. ഇനി e⁻x ഇൻ്റഗ്രേഷൻ കിട്ടണം. അതെന്താണ്? e⁻x തന്നെയാണ്. പിന്നെ അവിടെ നമുക്ക് എന്തുണ്ട്? പുറത്തൊരു dx ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ കിട്ടും. എക്സ് e⁻x മൈനസ് 1 × e⁻x എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ 1 × e⁻x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? e⁻x തന്നെയാണ്. അപ്പോൾ ഇൻ്റഗ്രൽ e⁻x എന്ന് വരും. അപ്പം അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എഴുതാം എക്സ് e⁻x മൈനസ് e⁻x ഇൻ്റഗ്രേഷൻ എന്താണ്? e⁻x തന്നെയാണ്. അപ്പം എക്സ് e⁻x മൈനസ് e⁻x പ്ലസ് ഇൻ്റഗ്രേഷന് ഫൈനലി എന്തുണ്ടാവും? ഒരു കോൺസ്റ്റന്റ്. അപ്പോൾ ഇത്രയും നമുക്ക് ഇവിടെ കിട്ടി ഇതിൻ്റെ റിസൾട്ട്. ഇനി നമ്മുടെ ഇവിടെ പുറത്ത് ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടോ yx. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം yx = എക്സ് e⁻x മൈനസ് e⁻x പ്ലസ് c എന്ന് എഴുതാം. അപ്പോൾ അതിന് എക്സ് e⁻x കോമൺ ആക്കി പുറത്തേക്ക് എടുത്താൽ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇങ്ങനെ കിട്ടും yx = എക്സ് ഇൻറ്റു e⁻x. എക്സിനെ e⁻x പുറത്തേക്ക് എടുക്കട്ടോ. e⁻x പുറത്തേക്ക് എടുത്താൽ നമുക്ക് ഇങ്ങനെ വരും എക്സ് മൈനസ് 1 എന്ന് വരും പ്ലസ് c എന്ന് വരും. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഏറ്റവും മുകളിൽ ഇതാ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ എക്സിനെ എന്ത് ചെയ്യാം? എക്സിനെ y × x അല്ലേ, ആ വൈനെ മാത്രം നിർത്തി എക്സിനെ അപ്പുറത്തേട്ട് കൊണ്ടുപോകാം. അപ്പോൾ അടിയിൽ എക്സിനെ എഴുതാം e⁻x ഇൻറ്റു എക്സ് മൈനസ് 1 പ്ലസ് c/x എന്ന് വരും. അപ്പോൾ ഇങ്ങനെ ഇതുവരെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം എന്നുള്ളതാണ്. അപ്പം നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ലൈക്കല്ല നമുക്ക് കമൻ്റ് ഒക്കെയാണ് മുഖ്യം. ലൈക്ക് മുഖ്യം തന്നെയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ d/dx = പ്ലസ് y/x. d/dx ഒറ്റക്കാണ്. അപ്പം നിങ്ങൾ നേരെ നമുക്കൊന്നും ചെയ്യണ്ട, വളരെ സിമ്പിളാണ്. എന്ത് ചെയ്യുക? ഇതിനെ വട്ടിടുക, വൈനെ വട്ടിടുക. വൈൻ്റെ കൂടെയുള്ള ആളാരാ? 1/x ആണ്. അതിനെ p ആക്കി എഴുതുക. q എന്ന് പറഞ്ഞാൽ അവിടെ x² ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ അത് സിമ്പിൾ ആക്കിയിട്ട് നിങ്ങൾക്കൊരു എക്സസൈസ് ആണിത്. നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണുക. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇൻ്റെ മണ്ടയിൽ pdx ഇടുക. p എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് 1/x ആണ്. പിന്നെ നമ്മൾ അത് കിട്ടിക്കഴിഞ്ഞാൽ സോൾവ് ചെയ്യുമ്പോൾ y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻ്റഗ്രൽ q ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ dx ചെയ്താൽ q എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് x² ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഉപകാരമാകും. അവർക്ക് ശരിയാണ് അവർ ചെയ്തതെന്ന് മനസ്സിലാകും. അപ്പോൾ നമ്മൾ ഇത് ഒരുപാട് നമ്മളങ്ങ് വീഡിയോ നീട്ടി പോകുന്നില്ല. പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ നിങ്ങൾക്കും പഠിക്കുമ്പോൾ കുറച്ച് പഠിക്കുക. ബ്രേക്ക് എടുത്ത് പഠിക്കുക എന്നുള്ളതാണ്. ചങ്കുകളാക്കി പഠിക്കുക. അപ്പോൾ ഓക്കെ. അടുത്തതാണെങ്കിൽ ഇതും നമുക്ക് കുറച്ച് ഒരു ടെസ്റ്റ് ചെയ്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്വസ്റ്റ്യൻ ഇങ്ങനെയാട്ടോ. ഈ ബ്രാക്കറ്റ് ഇങ്ങോട്ടേക്കാണ്. ഓക്കെ, ഇവിടെ ബ്രാക്കറ്റ് ഇല്ലതാണ്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ഞാൻ ഇങ്ങനെ എഴുതിത്തരാം. ഓക്കെ, ഇങ്ങനെ വന്നാൽ നമുക്ക് തോന്നും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൂടെ, ഇത് വേരിയബിൾ സെപ്പറബിൾ ഫോം എന്നൊക്കെ പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ അതൊക്കെയാണെന്ന് തോന്നും. അതൊന്നും അല്ല ഇത്. കാരണം അങ്ങനെ ആവണമെങ്കിൽ വൈയുടെ ടേം മാത്രമായിട്ട് നിൽക്കണം, എക്സിൻ്റെ ടേം മാത്രമായിട്ട് അങ്ങനെയൊക്കെ നിൽക്കണം അടിയിൽ. പക്ഷേ ഇവിടെ മേലെ വൈയും ഉണ്ട് എക്സും ഉണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കുക, ഇങ്ങനെ വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ പിരിച്ചെഴുതാം. x/x പ്ലസ് y/x ഇങ്ങനെ എഴുതിക്കൂടെ?
അങ്ങനെ എഴുതി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ ഇതിന് ഇങ്ങനെ ആക്കിക്കൂടെ, dy/dx = 1 + y/x എന്നാക്കിക്കൂടെ. ഇനി നമുക്ക് ഈ y/xനെ നമുക്ക് 3 ടേം ആക്കണ്ടേ, dy/dx പ്ലസ് y/xനെ ഇങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പം -y/x ആവും =1 എന്ന് വരില്ലേ. ഇനിയിപ്പോൾ 3 ടേമിലായില്ലേ. ഇനി y-നെ അങ്ങ് വട്ടിടുക. y-നെ വട്ടിട്ടിട്ട് നമുക്ക് എന്ത് വരും, ഇതിനും വട്ടിടുക. അപ്പോൾ y-ന്റെ പുറത്തുള്ള ആളുകൾ എന്ത് വരും, അയാളെ ഇറക്കി എഴുതുക. അതാണ് p നമ്മൾ പറഞ്ഞു. ഇനി pq എന്ന് പറഞ്ഞാൽ, q എന്ന് പറഞ്ഞാൽ സമത്തിൻ്റെ അപ്പുറത്തുള്ള ആൾ. ഇനി നമുക്ക് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്നാൽ ഇൻ്റഗ്രൽ pdx അല്ലേ. ഇൻ്റഗ്രൽ pdx എന്ന് പറയുമ്പോൾ e−1/x ആണ് p. -1/x dx എന്ന് പറയുമ്പോൾ ഒരു മൈനസ് ഉണ്ടാവും ഇൻ്റഗ്രേഷനിൽ, എന്ത് ചെയ്യും, പുറത്തേക്ക് ആ മൈനസ് വരും. അപ്പോൾ പുറത്തേക്ക് ആ മൈനസ് വന്നു കഴിഞ്ഞാൽ 1/xനെ ഉറക്കത്തിൽ എണീറ്റാലും നമ്മൾ പറഞ്ഞിരുന്നു log x ആണ്. പിന്നെ ഈ മൈനസ് ഈ ലോഗിൻ്റെ കൂടെയുള്ള ആളെ എക്സിൻ്റെ മണ്ടേ കൊണ്ടുപോയി ഇടണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ log x -1 എന്നാവും. ഇനി എന്ത് പറഞ്ഞു, ഇനി ലോഗും എക്സും അടിപിടി കൂടിയിട്ട് അങ്ങ് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ x⁻−1 വരും. x⁻−1 എന്ന് പറഞ്ഞാൽ മാത്സിൽ 1/x ആണ്. 2⁻−1 എന്ന് പറഞ്ഞാൽ മാത്സിൽ 1/2 ആണ്. അപ്പോൾ x⁻−1 എന്ന് പറഞ്ഞാൽ 1/x ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 1/x എന്ന് കിട്ടി. അപ്പോൾ എന്ത് കിട്ടി, 1/x കിട്ടി. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ത് കിട്ടി, 1/x കിട്ടി. ഇനി ബാക്കി നിങ്ങൾ y × ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ = q × ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ dx എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെ വരും, y × ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ 1/x ആണ് ഇൻ്റഗ്രൽ q എന്താണ്, q 1 ആണ് ഇൻറ്റു 1/x ആണ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ, q × ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ചെയ്യണം. അപ്പോൾ 1/xൻ്റെ y × 1/x ആട്ടോ. ഇൻ്റഗ്രൽ 1/x എന്ന് പറഞ്ഞാൽ log x ആണ്. log x + c എന്ന് വരും. നമുക്ക് വേണമെങ്കിൽ ഈ എക്സിനെ അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ y x log x + cx എന്ന് വരും. അപ്പം x log xനെ നമുക്ക് വേണമെങ്കിൽ ലോഗിൻ്റെ കൂടെയുള്ള ആളെ എക്സിൻ്റെ മണ്ടേ കൊണ്ട് ഇടാന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ എഴുതാം. അപ്പം നമുക്ക് ഇവിടെ ഇങ്ങനെയും ഒക്കെ വേണമെങ്കിൽ ആക്കി എഴുതാമെന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക. ഇത് കുറച്ച് ഒന്ന് ചെറിയൊരു ആദ്യത്തെ സ്റ്റെപ്പിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട്. പിന്നെ d/dx ഇതും നമ്മുടെ 3 ടേമുകളുള്ള, അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും 3 ടേമാണ്. അപ്പം നമ്മൾ ഇതിനെ ഇവിടെ p എന്ന് കിട്ടുക നമുക്ക് -1 ആണ്, q എന്ന് കിട്ടുക എന്താണ്, cos x ആണ്. അപ്പം അങ്ങനെ വെച്ചിട്ട് നിങ്ങൾ ഇൻ്റഗ്രൽ e⁻pdx ചെയ്യുക. അപ്പം e⁻−x എന്ന് കിട്ടും. അപ്പോൾ e⁻ എന്താണ്, ഇൻ്റഗ്രൽ -x dx എന്ന് വരും. -1 ആണ് p. -1 dx എന്ന് വരും. മൈനസിനെ പുറത്തേക്ക് എടുത്താൽ ഇൻ്റഗ്രൽ എന്ത് വരും, ഇൻ്റഗ്രൽ -1 dx വരും. 1ൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ x ആണ്. അപ്പം e⁻−x വരും. അപ്പോൾ നമുക്ക് e⁻−x കിട്ടി, എന്ത്, ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. 1ൻ്റെ ഇൻ്റഗ്രേഷൻ എന്താ, x ആണ്. അപ്പോൾ അതും ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ചോദിച്ചാലും പറയണം കേട്ടോ. അപ്പോൾ e⁻- പുറത്തുണ്ട്. അപ്പോൾ e⁻−x ആണ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷനിൽ കൊടുക്കുക y × ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ = ഇൻ്റഗ്രൽ q × ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ dx എന്ന് വരും. അപ്പോൾ y × ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ നമുക്കറിയാം എന്താണ്, e⁻−x ആണ്. = q എന്ന് പറഞ്ഞാൽ നമുക്കറിയാം cos x ആണ്. e⁻x - dx എന്ന് വരും. ഇത് നമ്മൾ 2 പ്രൊഡക്റ്റുകളുടെ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബൈ പാർട്സ് ചെയ്യുന്ന പറയുമ്പോൾ ആദ്യം ആരെ ഫ്രണ്ടിലാക്കും, ഹൈലൈറ്റ് റൂൾ നോക്കണം. ആദ്യം ഫ്രണ്ട് അറേഞ്ച്മെന്റ് നോക്കണം. അപ്പോൾ ഇവിടെ എക്സ്പോണൻഷ്യൽ ഉണ്ട്, അതിന് ഏറ്റവും ലാസ്റ്റ് ആക്കണം. ട്രിഗ്നോമെട്രി ആണ് അതിൻ്റെ ഫ്രണ്ടിലാക്കേണ്ടത്. അപ്പോൾ ഓക്കെ, ഈ ഓർഡർ തന്നെയാണ്. അപ്പോൾ ഈ ഓർഡർ പ്രകാരം നമുക്ക് എന്ത് വരും, ഇൻ്റഗ്രൽ cos x e⁻−x dx എന്ന് വരും. അപ്പം നിങ്ങൾ കാണുന്നില്ലെങ്കിൽ വൈഡ് സ്ക്രീനിൽ കാണുക. അപ്പം ഒന്ന് ലെറ്റേഴ്സ് ഒക്കെ ക്ലിയർ ആവട്ടോ. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ വരിക. അപ്പം നമുക്ക് ഇൻ്റഗ്രൽ cos x e⁻−x dx എന്ന് വന്നു. ഇത് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് നമ്മൾ ചെയ്യണം. അപ്പം ഇതിൽ നമുക്ക് ഇൻ്റഗ്രേഷൻ ഒരുപാട് അങ്ങോട്ട് ഇനി ചെയ്യാനുണ്ട്, ഇതിൻ്റെ സ്റ്റെപ്പ് കാര്യങ്ങൾ ഇൻ്റഗ്രേഷൻ. അപ്പം നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യേണ്ടി വരും, കാരണം ഇത് കുറച്ച് ലോങ് ആണ് സംഭവം. അപ്പം മാർച്ച് 2021 കുറച്ച് ബാക്കോട്ട് ചോദിച്ചതാണ്. അപ്പം വേണമെങ്കിൽ ക്രിസ്മസ് എക്സാമിന് ഒരു പ്രോബബിലിറ്റി ഇവിടെ ഉണ്ട്. ക്രിസ്മസ് എക്സാമിന് പൊതുവേ നമ്മൾ ഫിസിക്സ് ഒക്കെ കണ്ടല്ലോ, ക്വസ്റ്റ്യൻ ടഫാണ്. അപ്പം വരാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരാൻ സാധ്യത ഉണ്ട് എന്നാണ് ഞാൻ പറയുക. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത് വേണം, ഇതിൻ്റെ ബാക്കി വേണം എന്നുണ്ടെങ്കിൽ ഇതൊരു ലോങ് ആണ്. കാരണം ഇതിൻ്റെ ഐ വെച്ചിട്ട് ചെയ്ത് 2i എന്നൊക്കെ ആക്കിയിട്ടൊക്കെ ചെയ്യാനുണ്ട്. അപ്പം അത് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ വേണമെങ്കിൽ ചെയ്യാം. അപ്പം നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ ഈ തൽക്കാലം ഇത് നിങ്ങൾ മെത്തേഡ് ഞാൻ പറഞ്ഞു തന്നു. അതുപോലെ തന്നെ ഹൈലൈറ്റ് റൂൾ വെച്ച് ചെയ്യേണ്ടത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് പ്രകാരം നമ്മളിത് ചെയ്യേണ്ടി വരും. അപ്പം പിന്നെ കുറച്ച് ലെങ്തി ആണ്. അപ്പം എന്തായാലും നിങ്ങൾ വേണമെങ്കിൽ വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പം എന്തായാലും ഈ ചാപ്റ്റർ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം.
അപ്പം ഇത് നമ്മൾ ചെയ്തതാണ്, ആ ഒരു ചെയ്ത മെത്തേഡ് തന്നെയാണ്. അപ്പോൾ d/dx ഇത് y-ൻ്റെ കൂടെ ഇതിൽ p എന്ന് വരിക 1/x ആണ്, q എന്ന് വരിക x² ആണ്. അപ്പം ഇത് വെച്ചിട്ട് നിങ്ങൾ സോൾവ് ചെയ്തെടുക്കുക. ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സോൾവ് ചെയ്യാൻ തന്നെയാണ്. നിങ്ങളുടെ ആൻസർ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്താൽ നമുക്ക് വലിയൊരു സപ്പോർട്ടായി. പിന്നെ ഇത് കാണാനുള്ളതും ഇതും അതുപോലെ തന്നെയാണ്. നമ്മൾ dy/dx എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടും, പ്ലസ് y tan x എന്ന് പറഞ്ഞിട്ട് = sec x എന്ന് കിട്ടും. അപ്പോൾ ഇതിലെ നമുക്ക് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വൈൻ്റെ നമുക്കിതിപ്പോൾ d/dx എന്ത് ചെയ്യാം, നമ്മൾ പറഞ്ഞു ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് ഇറക്കി എഴുതുക, എന്നിട്ട് d/dx ഒറ്റക്കാണ് നോക്കുക, അതേ ഒറ്റക്കാണെങ്കിൽ വൈനെ വട്ടിടുക, എന്നിട്ട് വൈൻ്റെ കൂടെയുള്ള ആളെ വട്ടത്തിലുള്ള വൈനെ എല്ലാം ഇടേണ്ടത്, വൈൻ്റെ കൂടെയുള്ള ആളെ p ആക്കുക, ഈ സമത്തിൻ്റെ ഇപ്പുറത്തുള്ള ആളെ മൊത്തം എന്താക്കുക q ആക്കുക, pq ബ്രദേഴ്സ്. എന്നിട്ട് ഈൻ്റെ മണ്ടയിൽ എന്ത് ചെയ്യുക, ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണണം ഈ ക്വസ്റ്റ്യനിലൊക്കെ. അപ്പം ഈൻ്റെ മണ്ടയിലൊരു അപ്പം ഈൻ്റെ മണ്ടയിൽ ഒരു അടി കൊടുക്കുക, പിടക്ക്. അപ്പം ഈൻ്റെ മണ്ടയിൽ അടിക്കണ്ട കേട്ടോ, പാവം ഈ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇ ഇൻറ്റു പി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, പി എന്ന് പറഞ്ഞാൽ നമ്മൾ tan x അല്ലേ, അപ്പം ഇ ഇൻറ്റു tan x dx എന്ന് എഴുതുക. അപ്പം ഈ tan x-ൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ കാണാതെ പഠിച്ചു വെക്കുക, ലോഗ് മോഡ് sec x ആണ്. അപ്പം ഈയും ലോഗും ശത്രുക്കൾ അടിച്ച് പിരിഞ്ഞു, പൊരിഞ്ഞാടി അടി പിടി. ഓക്കെ, അടിപിടിയൊന്നും പാടില്ല കേട്ടോ, സൗഹൃദം. അപ്പം ബാക്കി എന്താ വരിക, ഈയും ലോഗൊക്കെ പോയാൽ പാവം നമ്മുടെ sec x താഴോട്ടേക്ക് ഇറങ്ങി. നമ്മുടെ ആയിരുന്നു sec x-നെ തലയിൽ വെച്ചുകൊണ്ട് നടന്നത്. അപ്പം ലോഗ് വന്ന് എല്ലാം അങ്ങ് ഇതാക്കി, sec x ആയി. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ sec x കിട്ടി. അപ്പം സൗഹൃദമാണ് നമ്മുടെ എല്ലാം. സൗഹൃദത്തിനോളം വിലമതിക്കുന്ന ഓക്കെ മറ്റെന്തുണ്ട് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഫിലോസഫിക്കലി ഒക്കെ പറയാം കാര്യങ്ങളൊക്കെ. ഇനി അതിലോട്ടൊന്നും നമ്മൾ പോകുന്നില്ല. ഫിലോസഫി ഒക്കെ നമുക്ക് എക്സാം കഴിഞ്ഞിട്ട് പറയാം. എക്സാം കഴിഞ്ഞിട്ട് കഥകളൊക്കെ പറയാം. ഇപ്പം അതിനൊന്നും സമയമില്ല, നമുക്ക് നാളെ എക്സാമാണ്. അപ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ sec x കിട്ടി. ഇനി നമുക്ക് എന്താ, ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ ഉണ്ട്, y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻ്റഗ്രൽ q ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ dx. അപ്പം കൊടുക്കുക, y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താ sec x ഈക്വൽ ടു ഇൻ്റഗ്രൽ q എന്താ sec x. q നമ്മൾ ആദ്യം കണ്ടുവച്ചിട്ടുണ്ട്, pq ബ്രദേഴ്സ്. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കിട്ടി sec x dx. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, y ഇൻറ്റു sec x അതേപോലെ എഴുതുക. രണ്ട് ഇവിടെ sec x ഇൻറ്റു sec x അല്ലേ, sec² x എന്ന് വരും. എന്ത് വരും, sec² x dx. ഈ sec² x-ന്റെ ഇൻ്റഗ്രേഷൻ ഡയറക്റ്റ് റിസൾട്ട് ഉണ്ട്. നട്ടപ്പാതിര ഗണിയിട്ട് ചോദിച്ചാലും പറയണം ഇൻ്റഗ്രൽ sec² x എന്ന് പറഞ്ഞാൽ tan x ആണ്, tan x പ്ലസ് c. അപ്പം ഇതിനെ ഇവിടെ ആൻസർ ഇങ്ങനെ കിട്ടും. നമുക്ക് എന്ത് കിട്ടും, y ഇൻറ്റു sec x ഈസ് ഈക്വൽ ടു tan x പ്ലസ് c എന്ന് കിട്ടും. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാമോ, അപ്പോൾ ഇത് ഓക്കെ. അപ്പം നമുക്ക് ഇവിടെ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി വൈനെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് sec x-നെ അപ്പുറത്ത് കൊണ്ടുപോയൊക്കെ എഴുതാം. പക്ഷേ ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, എന്ത് tan x ബൈ sec x പ്ലസ് c ബൈ sec x എന്നൊക്കെ എഴുതി അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഈ ഒരു സ്റ്റെപ്പിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്തായി, നമുക്ക് അതിൻ്റെ സൊല്യൂഷനിലോട്ട് എത്തി എന്നുള്ളതാണ്. അപ്പം ഇനി ഇതിന് മറ്റൊരു കാര്യമുണ്ട്, ഞാൻ മുകളിൽ ചെയ്യാം. ഇത് കണ്ടോ, പെർട്ടിക്കുലർ സൊല്യൂഷനോ അല്ലെങ്കിൽ സാറ്റിസ്ഫൈയിങ് ഇങ്ങനെ രണ്ട് വൈനും എക്സിനും ഒക്കെ വില കൊടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ വില കൊടുത്ത് എഴുതുക. ഈ ഒരു ഇക്വേഷൻ മതി നമുക്ക്. അപ്പം അതിലാണ് നമുക്ക് നല്ലത് വില കൊടുക്കാൻ. അപ്പം ഈ ഒരു ഇക്വേഷൻ നീ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, പെർട്ടിക്കുലർ സൊല്യൂഷൻ നമ്മൾ ഇത് തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ആക്കി നിങ്ങൾ ഇത് മൈൻഡ് ചെയ്യണ്ട. അപ്പം നമുക്ക് ഇതിലോട്ട് പോകാം. നമ്മുടെ ഇക്വേഷൻ y ഈസ് ഈക്വൽ ടു sec x ഈക്വൽ ടു tan x പ്ലസ് c എന്നാണ്. അപ്പം നമ്മുടെ ഇക്വേഷനിൽ എന്ത് ചെയ്യാം, ഇനി പെർട്ടിക്കുലർ സൊല്യൂഷൻ്റെ ഇക്വേഷൻ കാണണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പോകാം. വൈക്ക് പകരം എന്ത് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, 1 എന്ന് കൊടുക്കാൻ. അപ്പോൾ 1 ഇൻറ്റു sec x-ന് എന്താ കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്, sec x-ന് നമുക്ക് 1/cos x എന്ന് എഴുതാം. അത് മാത്സിൽ അങ്ങനെയാണ്. ഇനി tan x-ന്റെ പകരം tan x-ന്റെ അവിടെ π/4 എന്ന് കൊടുക്കുക. കാരണം x-ന് ഇവിടെ π/4 കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, പ്ലസ് c. ഇനി 1/cos x എന്ന് പറഞ്ഞാൽ 1 നമുക്ക് cos π/4 എന്ന് കൊടുക്കാം. അപ്പോൾ y ഇൻറ്റു 1/cos π/4 എന്ന് പറഞ്ഞാൽ 1/√2 ആണ്. tan π/4 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 1/1/√2 എന്നുണ്ട് ഇവിടെ, കണ്ടോ, പ്ലസ് c ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ മുകളിലോട്ട് വരുമ്പോൾ y ഇൻറ്റു 1/1/√2 എന്ന് വരും. 1/1/√2 എന്ന് പറഞ്ഞാൽ √2 മേലേക്ക് പോകും. അപ്പോൾ y ഇൻറ്റു √2 എന്ന് വരും. y ഇൻറ്റു √2 ഈസ് ഈക്വൽ ടു വൈന് എന്താ കൊടുക്കാൻ പറഞ്ഞത്, വൈന് 1 എന്ന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. 1 എന്ന്. അപ്പോൾ 1 ഇൻറ്റു √2 ആക്കാം നമുക്ക്. ഓക്കെ, അപ്പം 1 പ്ലസ് c എന്ന് വരും. അപ്പോൾ y എന്ന് പറഞ്ഞാൽ 1 കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. 1 ഇൻറ്റു √2 സമം 1 പ്ലസ് c ആവും. അപ്പോൾ √2 സമം 1 പ്ലസ് c ആവും.
അപ്പോൾ സി കിട്ടണമെങ്കിൽ നമുക്ക് ആ ഒന്നിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ സി = എന്താവും √2 - 1 എന്നാവും. ഇനി നമുക്ക് താഴെ ഇക്വേഷനിൽ പോയിട്ട് അവിടെ സിയുടെ വാല്യൂ, ഇപ്പോൾ കോൺസ്റ്റന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ അത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, y എന്ന് പറഞ്ഞാൽ y × sec x = tan x പ്ലസ് സി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, സി എന്നൊന്നും ഇനി എഴുതരുത്, സിന്റെ വാല്യൂ നമുക്ക് കണ്ടുകിട്ടിച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും നിങ്ങൾ എഴുതി വെക്കുക എന്നുള്ളതാണ്. ഈ ഒരു സംഭവം എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇതിലോട്ട് കോംപ്ലിക്കേറ്റഡ് ആയി നിങ്ങൾ പോകണ്ട. നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ പെർട്ടിക്കുലർ സൊല്യൂഷനിൽ ആ y വാല്യൂ കൊടുക്കുക, അതിൻ്റെ ഇത് എഴുതുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇതൊക്കെയാണ് നമുക്ക്. ഇനി നമുക്ക് മറ്റ് ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യേ. നമ്മൾ വിചാരിച്ച രീതിയിലുള്ള ഒരു സബ്സ്ക്രിപ്ഷൻ അങ്ങോട്ട് കയറി വരണം. 300-ലോട്ടാണ്. ലൈക്ക് ചെയ്ത് മാക്സിമം ഷെയർ ആക്ക്, ലൈക്ക് കമൻറ്റ്, ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടാണ് നമ്മൾ സമയമൊക്കെ, എത്ര സമയമാണ് നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങളെ ഭാഗത്തു നിന്നൊരു സപ്പോർട്ട്, നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുക, ഒപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ പബ്ലിക് എക്സാമിന് നമുക്ക് പൊടി പാറിക്കണം, ഇത്തവണ നമുക്ക് അടിച്ച് പൊളിക്കണം. അപ്പം നമ്മുടെ കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്കുള്ള ടിപ്സ് ട്രിക്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിലുണ്ട്. പോയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ ഒന്ന് ജോയിൻ ചെയ്യുക. മോട്ടിവേഷനൊക്കെ എന്ന് പറഞ്ഞാൽ കിടിലം മോട്ടിവേഷനൊക്കെ ആയിരിക്കും. അപ്പം ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.